ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും CBI വരുന്നു. അതെ, ആ ഒരൊറ്റ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ അയ്യർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, സേതുരാം അയ്യർ എത്താൻ പോകുന്നു. 1988, 89, 2004, 2005, 2022 വർഷങ്ങളിൽ 5 ഫ്രാഞ്ചൈസികളിലായി ഈ ഒരു ചിത്രം വരികയുണ്ടായി. വീണ്ടും ആറാമത്തെ ഭാഗം അന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അന്ന് തന്നെ അതിനുള്ള ഒരു രീതികളുമൊക്കെ വന്നു. അന്നേ കേട്ട വാർത്ത തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് അത് തന്നെയാണ്. ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പോഴും അവിടെ ഏറെക്കുറെ ഉറപ്പാകുന്നു. ഇതിന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, SN സ്വാമി ടീമല്ല ഇക്കുറി CBI ഫ്രാഞ്ചൈസിയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല ചിത്രവും ഏറ്റവും മോശം സിനിമയും ഈ ഒരു സീരീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു CBI ഡയറി കുറിപ്പ് മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച ചിത്രമായി മാറി. 365 ദിവസങ്ങൾക്ക് മുകളിൽ തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രമായി മാറി. അവസാനം വന്ന CBI 5 ഒരുപക്ഷെ മലയാളികൾ പോലും മൂക്കത്ത് വിരൽ വെച്ച സിനിമയുമായി പോയി. എന്നിട്ട് പോലും ആ ഒരു സിനിമയ്ക്ക് വിജയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഈ ഒരു CBI സീരീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മമ്മൂട്ടി എന്നോ പക്ഷേ ഒരു താരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കഥാപാത്രമായി മാറുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ. മലയാളത്തിൽ ചില സിനിമകൾക്ക് മാത്രമാണ് ഇമ്മാതിരി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എടുത്തു പറയാം, ദൃശ്യത്തിലെ ജോർജ് കുട്ടി, CBIയിലെ സേതുരാം അയ്യർ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ജനങ്ങൾക്ക് ആ ഒരു നടനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. ഒരുപക്ഷെ CBI 5 എന്ന ചിത്രത്തിനെ വിജയിപ്പിച്ചത് മമ്മൂട്ടി ആരാധകരല്ല, മലയാളികളിൽ ഒരുപാട് പേർ ഇതിന് ആരാധകരായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അവർ അതിനോട് ചേർന്നപ്പോൾ ഒട്ടും നീതി പുലർത്താത്ത ഒരു ചിത്രമായി മാറി CBI 5. വീണ്ടും CBI 6 വരുമ്പോൾ ഈ ഒരു ടീമിനെ അടപടലം മാറുന്ന ഒരു കാഴ്ച. ഇവിടെ മമ്മൂട്ടി തന്നെ സൃഷ്ടിച്ച കഥാപാത്രമെന്നാണ് ഇതിനകത്തിൽ SN സ്വാമി പറയുന്നത് സേതുരാം അയ്യരെ കുറിച്ച്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ആ ഒരു ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ മധുവിൻ്റെ കാര്യമാണ്. എന്താണെങ്കിലും മമ്മൂട്ടി വിചാരിച്ചാൽ അതെല്ലാം കാര്യങ്ങൾ മാറുമെന്നറിയാം. ഇക്കുറി നമ്മൾ കേൾക്കുന്നത് ജോഫിൻ T ചാക്കോയും ഒപ്പം മിഥുൻ മാനുവൽ തോമസും ഒരുമിച്ചാണ് ഈ ഒരു സിനിമ എത്താൻ പോകുന്നത്. എന്താണേലും യൂത്ത് വിങ്ങിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ് ഒന്നും തന്നെ താഴേക്ക് വരില്ല എന്നുള്ളത് നമുക്കറിയാം. അത്രത്തോളം മികച്ച രീതിയിലായിരിക്കാം. നമുക്കിവിടെ കണ്ടതാണ്, ഇവരുടെ ഓരോ സിനിമകളും നമുക്കറിയാവുന്നതാണ്. ഒപ്പം മമ്മൂട്ടി കൂടി ചേരുമ്പോൾ അതിന് മുകളിലായിരിക്കാം. വേറെ ഒന്നും വേണ്ട, ഈ ഒരു സിനിമ 5ാം ഫ്രാഞ്ചൈസി ഷുവർ ഷോട്ട് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. ഭേദപ്പെട്ട രീതിയിൽ മാത്രം, നല്ലത് ചെയ്യണമെന്നുമില്ല, ഭേദപ്പെട്ട രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആദ്യ പാർട്ട് വെറും CBI ഡയറി കുറിപ്പ് എന്ന ആ ഒരു ചിത്രം ഒന്ന് റീമേക്ക് ചെയ്തിട്ടാൽ പോലും അത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചേനും. അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷവും അത് കാണാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ പക്ഷേ നിരാശപ്പെടുത്തുകയും പിന്നെ കുറേ ബ്ലണ്ടർ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുകയും, ബാസ്ക്കറ്റ് കില്ലിങ്, തേങ്ങാക്കൊല, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവരികയും അതിനകത്ത് ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ലെന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ എന്നെ വെറുപ്പിച്ച വേറെ ഒരു ചിത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ സമീപകാലത്ത് ഇങ്ങനെയുള്ള നല്ല സിനിമകളുടെ പട്ടികയിൽ ഇത് ഒരു മുള്ളുപോലെ മാറി നിൽക്കുന്നതും നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. എന്താണേലും ഈ ഒരു സിനിമ വരാൻ പോവുകയാണ്. ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ഉണ്ടാകും. 2027 തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഫ്രാഞ്ചൈസി ഇനിയും നീണ്ടുപോകുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിൽ ഇതിന് ഓരോ അടുപ്പിച്ചുള്ള 2 വർഷങ്ങൾ പിന്നീട് ഒരു ഗ്യാപ്പ്, അങ്ങനെയാണ്. കഴിഞ്ഞ 2022 അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് ഇറങ്ങേണ്ട ചിത്രമായിരുന്നു ഇത്. പിന്നീട് നമുക്കറിയാം കുറച്ച് പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അത് മാറിയത്. പിന്നീട് അതിനും ഒരു ഗ്യാപ്പ് വന്നു. പക്ഷേ ഇക്കുറി 6 കഴിഞ്ഞാൽ 7 ഉറപ്പിക്കാം. 7ഉം 8ഉം ഒക്കെ അടുപ്പിച്ച് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം പൊട്ടൻഷ്യലുള്ള ഒരു കഥാപാത്രവും ഒരു സിനിമയും വേറെ ഇല്ല എന്നുള്ളതിനാണ്. വെറും പേര് മാത്രം മതി, അതിനിടയിൽ നല്ല സ്റ്റഫുള്ള, നല്ല ഒരു കാമ്പുള്ള കഥയും കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് ജനങ്ങൾ കൈപിടിച്ചുയർത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്താണേലും കാത്തിരിക്കാം. CBI 6 അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമകളിലെ എല്ലാ സീരീസും കണ്ടത് ഒന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സീരീസും കണ്ടവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. ഒപ്പം CBI 5നെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ്സ് പറയാം. അത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ സേതുരാം അയ്യരെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്.